ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരം അങ്ങ് വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. സമയം എന്താ പറയുക, ഒരുപാടൊന്നും ആയിട്ടൊന്നുമില്ല. ഞാനിന്ന് എന്തോ ഭാഗ്യത്തിന് കുറച്ച് നേരത്തെ എണീച്ച് ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കോത്തഗിരിയിലായിരുന്നു കേട്ടോ. കോത്തഗിരി സ്റ്റേ ആയിരുന്നു. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. സോ കോത്തഗിരി എന്ന് പറയുന്നത് നമ്മുടെ സായി പല്ലവിൻ്റെ നാടായിരുന്നു. സായി പല്ലവിൻ്റെ വീട്ടിലൊക്കെ ഇന്നലെ പോയി. സായി പല്ലവിനൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ പല്ലവി മാമിൻ്റെ സായി പല്ലവിയുടെ എന്താ പറയുക, കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പറ്റി. വീട്ടിൽ പോയി. നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതിനുശേഷം കോത്തഗിരിക്ക് അടുത്ത് വേറെ എന്ത് ഉണ്ട് എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഞാനിന്ന് പോകാൻ പോകുന്ന സ്ഥലം എനിക്ക് കിട്ടിയത്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഊട്ടിയിലെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അധികം ആളുകളുടെ ശല്യമൊന്നുമില്ലാതെ വളരെ റിലാക്സ് ആയിട്ട് ഒരു 220 ഡിഗ്രിയിലുള്ള ഊട്ടിയുടെയും സമീപ പ്രദേശങ്ങളുടെയൊക്കെ വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജയലളിതയുടെ എന്താ പറയുക, ഈ അവധിക്കാല വസതി ഇവിടെയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അണ്ടറിലുള്ള തേയിലത്തോട്ടങ്ങളും ടീ ഫാക്ടറീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല വൃത്തിയുള്ള റോഡാട്ടോ, ഒന്നും പറയാനില്ല. ഒരു ഗട്ടറോ കുണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സൂപ്പർ റോഡാണ്. ഇരുവശവും നല്ല വൃത്തിക്ക് തേയിലത്തോട്ടങ്ങളാണുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കുന്ന തേയിലത്തോട്ടങ്ങൾ. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ഈ ഒരു സൈഡിലായിട്ട് എന്താ പറയുക, ഈ ഗേറ്റ് കണ്ടില്ലേ നിങ്ങൾ? ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ജയലളിതയുടെ എന്താ പറയുക അവധിക്കാല വസതി വരുന്നത്. അപ്പോൾ ആ വസതിയിലേക്കുള്ള ഗേറ്റുകളിൽ ഒന്നാട്ടോ അത്. ഞാൻ ഈ ഗേറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവിടേക്ക് ഒന്നിലധികം ഗേറ്റുകളുണ്ട്. എത്ര ഗേറ്റുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷേ ഒന്നിലധികം ഗേറ്റുകൾ എന്തായാലും ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഗേറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. നല്ല ഹൈറ്റിൽ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. മതിലാണോ എന്നറിയില്ല, ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഫെൻസിങ് എന്ന് പറയുമ്പോൾ ഈ കമ്പി വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല നൈസ്. ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു കുഞ്ഞി ടൗണല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള താമസിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമം പോലെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്. തൊട്ട് സൈഡിലൊരു കാടും ഉണ്ട്. അതേ പിന്നെയും കാട്. ഇത് വല്ലാത്തൊരു റൂട്ട് തന്നെയാണ് കേട്ടോ. കുറേ തേയിലത്തോട്ടം, പിന്നെ ഇടയ്ക്ക് കാട്, ഇടയ്ക്ക് കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലം. പക്ഷേ എന്താ പറയുക, വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഒരു വിധത്തിലുള്ള ശല്യങ്ങളോ മറ്റ് വാഹനങ്ങളുടെ വെറുപ്പിക്കലോ ഒന്നും തന്നെയില്ല. വളരെ കൂളായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്നലെ കോത്തഗിരിക്ക് വന്നതും ഇങ്ങനെ തന്നെയായിരുന്നു. കോത്തഗിരി ഇതേ സെയിം ഒരു എന്താ പറയുക സ്ഥിതികളാണ്. അങ്ങനെ ആളെ മനുഷ്യന് കാണാൻ സാധിക്കില്ല. സോ ഇനിയും ഒരു 10 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. സോ നമുക്ക് പോവാം. എന്ത് രസമുണ്ട് അറിയാം വണ്ടി ഓടിക്കാൻ, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നതേ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് പോകണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് നല്ല മികച്ച സ്കൈ ബെഡ് കാണാൻ സാധിക്കും. പക്ഷേ കുറച്ച് ലേറ്റായിട്ട് പോയി എണീക്കാൻ. പക്ഷേ അതിൽ സങ്കടമൊന്നുമില്ല, കാരണം സ്കൈ ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. അതിനും ഏതൊന്നിനും ഒരു നെഗറ്റീവ് വശം ഉണ്ടല്ലോ. അപ്പം കുറച്ച് സൂര്യൻ ഉദിച്ചതിനെ കൊണ്ട് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ തണുപ്പ് കുറവാണ്. അത് ഈ സൂര്യൻ ഉദിച്ചതിൻ്റെ ആയിരിക്കാം. ഇതാ മെയിൻ ഗേറ്റ്. ഇതാട്ടോ ജയലളിതയുടെ വീട്ടിലേക്കുള്ള ആ ഒരു മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ തമിഴിനെ കൊണ്ട് ഒരു വാക്കം മനസ്സിലാവുന്നില്ല. സോ നമുക്ക് പോവാം. നമുക്ക് എത്രയും പെട്ടെന്ന് വ്യൂ പോയിന്റിലെത്തണം. ബാക്കി വ്യൂ പോയിന്റിലൊക്കെ എന്തൊക്കെയാണുള്ളതെന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷ എന്നെ വല്ലാണ്ട് എക്സൈറ്റഡ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ പിന്നെ അടുത്ത ഗേറ്റ്. ഈ ഗേറ്റിനെ കൊണ്ട് ഒരു രക്ഷയില്ല. എന്തുമാത്രം ഗേറ്റുകളാണ് അവിടെ ഉള്ളത്. ഇതിന് മാത്രം ആരൊക്കെയാണ് ഈ ഗേറ്റുകളിലൂടെ പോകാനുള്ളത്? മരങ്ങളൊക്കെ ചരിഞ്ഞ് നിൽക്കുന്ന. ഇത് നമ്മളെ വെയിലിനനുസരിച്ച് മരങ്ങൾ ചരിഞ്ഞ് വരുന്ന കേട്ടോ. ഇറ്റ്സ് എ സയൻസ്. വഴി ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നല്ല കിടിലൻ വഴി. ഒരു കുറേ നേരത്തിന് ശേഷം ഒരു കാറ് കണ്ട്. സോ നമുക്ക് ഊട്ടിയിൽ നിന്നും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 47 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്കുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് വ്യൂ പോയിൻ്റെ പേര് പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ, വ്യൂ പോയിൻ്റെ പേര് വരുന്നത് കോടനാട് വ്യൂ പോയിൻ്റ് എന്നാണ്. കോടനാട്. അപ്പോൾ ഏകദേശം 47 കിലോമീറ്റർ ദൂരമാണ് ഊട്ടിയിൽ നിന്നുള്ളത്.
അതേപോലെ കോത്തഗിരിയിൽ നിന്നാണെങ്കിൽ 22 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഊട്ടിയിൽ നിന്ന് ഡയറക്റ്റ് ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ കോത്തഗിരി വന്നിട്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് പിന്നെ വന്നാലും മതി. സോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നമുക്കൊരു ട്രാവലിങ്ങിൻ്റെ ഒരു ക്ഷീണം കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞങ്ങൾ അതേപോലെ ചെയ്ത് കോത്തഗിരി സ്റ്റേ ചെയ്തു. അതിനുശേഷം രാവിലെ വണ്ടി എടുത്ത് നേരെ ഇറങ്ങിയതാണ്. സോ ഒരു വിധത്തിലുള്ള ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, വളരെ ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതേ ഇപ്പം നമ്മൾ വീണ്ടും ഏതോ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ പോകാനുണ്ടോ എന്നുള്ള അറിയില്ല, എനിക്ക് തോന്നുന്നു ഏകദേശം എത്താനായിട്ടുണ്ട്. യെസ്, ഈ വളവ് കഴിഞ്ഞാൽ ഒരു കിട്ടിലും കാഴ്ചയാട്ടോ നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ എനിക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നറിയില്ല. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ആ വളവ് തിരിഞ്ഞ് വരുന്ന സമയത്തിൽ. നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. അതായത് ഈ വ്യൂ പോയിൻ്റ് പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ വ്യൂ പോയിൻറ്റുകളെ പോലെ നമ്മൾ വ്യൂ പോയിൻ്റ് താഴത്ത് വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് കയറി പോവുക, കുറച്ച് നടക്കുക, അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ വ്യൂ പോയിൻ്റ് തൊട്ടടുത്ത് വരെ വണ്ടി, ഇപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും എത്തിച്ചേരും. അവിടെ നിന്ന് ഒരല്പം താഴോട്ട് ഇറങ്ങാനാണത്, വളരെ കുറഞ്ഞ മീറ്ററുകൾ താഴോട്ട് ഇറങ്ങാനേ ഉള്ളൂ. സോ അത് ഈ ഒരു വ്യൂ പോയിൻ്റ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. കാരണം അതിനെപ്പോലെ മടിയന്മാരായിട്ടുള്ള ആളുകൾക്ക് അധികം നടക്കുന്നതും ട്രക്കിങ്ങൊന്നും ഇഷ്ടമല്ല, വണ്ടിയായിട്ട് എപ്പോഴാണ് വേണമെങ്കിലും പോകും. സോ അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ പോലുള്ള കുറച്ച് ആളുകൾക്ക് ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സെറ്റ് സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം ദൂരത്തായിട്ട് നമ്മൾ വാച്ച് ടവർ പോലുള്ള സംഭവം കാണുന്നില്ലേ? സോ അതിനർത്ഥം നമ്മൾ കോടനാട് വ്യൂ പോയിൻറ്റിലെത്തി. ഇത് ഇവിടം വരെയുള്ളൂ ഈ റോഡുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു വണ്ടി, രണ്ട് കാറേ ഉള്ളൂ, ആകെ 2 വണ്ടിയാണുള്ളത്. വേറൊരാളും ഇല്ല. മലയാളികളാണോ, ഇങ്ങനെ തമിഴന്മാരാണോ, അല്ല ബംഗാളിയാണോ, കർണാടകക്കാരാണോ ഒന്നും അറിയണം. നമുക്ക് വണ്ടി സൈഡാക്കാം. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു വാച്ച് ടവർ ആട്ടോ. പക്ഷേ വ്യൂ പോയിൻ്റ് ഇതല്ലേ, വ്യൂ പോയിൻ്റ് കുറച്ച് താഴോട്ടേക്കാണ്. നമുക്ക് എന്തായാലും ഈ വാച്ച് ടവറിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. പണ്ട് കാലത്ത് ഇവിടെ ഞാൻ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ വാച്ച് ടവറിൽ കയറാണെങ്കിൽ താഴോട്ടിറങ്ങാനൊക്കെ എൻട്രി ഫീസും കാര്യങ്ങളും ടിക്കറ്റൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ ഒരാളെയും കാണുന്നില്ല. ഇത് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടിക്കറ്റ് തരാനോ അങ്ങനെ ഒരാളെയും കാണുന്നില്ല. എന്താ സംഭവം മനസ്സിലാകുന്നില്ല. നമ്മൾ ആ ബസ് സ്റ്റോപ്പിന് ബാക്കിലോട്ടാണ് ഇറങ്ങിപ്പോണ്ട്, താഴോട്ട് കിട്ടാം. എന്തായാലും വേണ്ട, മുകളിലുള്ള സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതേ സ്റ്റെപ്പുകൾ കയറി പോവാണ്. സ്റ്റെപ്പുകൾ കയറുന്നതിനനുസരിച്ച് തന്നെ മുമ്പിലായിട്ട് ആ ഒരു വ്യൂ ഇങ്ങനെ ചെറുങ്ങനെ ദൃശ്യമായി വരുന്നുണ്ട് കേട്ടോ. അതേ സൂര്യൻ കണ്ണിലേക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ മുകളിലോട്ടേക്ക് കയറി പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഒരു രക്ഷയില്ല. എൻ്റെ പടച്ച തമ്പുരാനെ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തൊരു വ്യൂ ആണ് എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഇത് താഴത്തായിട്ട് 2 വണ്ടികൾ, അല്ല 3 വണ്ടികൾ, എൻ്റെ ബൈക്ക് അടക്കം 3 വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട്, പക്ഷേ ആളുകളില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാച്ച് ടവറിന് നേരെ താഴത്ത് ഇറങ്ങിയപ്പം ഇനി താഴോട്ടേ പോകണം. വാച്ച് ടവറിൻ്റെ ഇടത് ഭാഗത്ത് കൂടെ ചെറിയൊരു വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വഴിയിലൂടെയാണ് ഇനി താഴോട്ടേ പോകേണ്ടത്. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാറുള്ളൂ. സാധാരണ അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വന്ന സമയത്ത് ഒരാളെ ഞാൻ അവിടെ കണ്ടില്ല. എൻട്രി ഫീസ് ഒരു തേങ്ങയില്ല. അപ്പോൾ എന്തായാലും വേണ്ട, താഴോട്ട് ഇറങ്ങാം. നല്ല ഗ്രിപ്പ് ടൈലൊക്കെ ഇട്ട് നടത്തി എന്താ പറയുക, സുന്ദരമാക്കി വെച്ചിട്ടുണ്ട് ഈ വഴികളൊക്കെ. വളരെ കുറച്ച് ദൂരം ഇറങ്ങാനുള്ളത്. ആ കുറച്ച് പയ്യന്മാർ അവിടെ നിൽക്കുന്നില്ലേ, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ നിന്ന് നോക്കിയാലാണ് 220 ഡിഗ്രിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ്, അല്ലെങ്കിൽ ഈ വ്യൂ, കോടനാട് വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും മികച്ച വ്യൂ നമുക്ക് കാണാൻ സാധിക്കാം. അയ്യോ എനിക്ക് വയ്യ, ഇറങ്ങി കുറച്ച് കതച്ചു. അപ്പോൾ ഏകദേശം വ്യൂ പോയിൻ്റ് തൊട്ടടുത്തെത്തി. ഈ കാണുന്നത്, ഇവിടെ നോക്കിയാൽ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾ, ഇത് തന്നെയാണ് ഇവിടേക്ക് എന്നെ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഒരു സ്ഥലം മിസ്സ് ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചും പിടുത്തം കിട്ടത്തില്ല. എന്ത് രസമറിയോ കാണാൻ. നോക്കത്താ ദൂരത്തോരം പരന്നു കിടക്കുന്ന മലനിരകൾ, അവയ്ക്കിടയിലൂടെ എന്താ പറയുക, ഒഴുകും പോലെ പറന്ന് നടക്കുന്ന മേഘങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കിടിലമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണിത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന്, ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്കൈ ബഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത്, അതായത് ഒരു 5:30-ൻ്റെയും 6:30-ൻ്റെയും ഇടയിലായിട്ട്, ഇപ്പോൾ ഈവൻ സൂര്യോദയം ഏത് സമയത്താണ് ആ സമയത്ത് ഇവിടെ എത്തിച്ചേരുകയാണെങ്കിൽ വളരെ മികച്ചൊരു സ്കൈ ബഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും.
അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, തൊട്ട് മുകളിലായിട്ട് കുറച്ചും കൂടെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വാച്ച് ടവറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് ഒരു 220 ഡിഗ്രിയിൽ ഇവിടുത്തെ കുറേ ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മസനഗുഡി റേഞ്ച് കാണാം, അതേപോലെ തന്നെ മോയാർ നദി കാണാം, പിന്നെ സത്യമംഗലം കാടിൻ്റെ ഭാഗങ്ങൾ കാണാം, മൈസൂരിലുള്ള കുറച്ച് മലനിരകൾ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് കുറേ ബെഞ്ചുകൾ, കോൺക്രീറ്റ് ബെഞ്ചുകൾ, അതേപോലെ തന്നെ മെറ്റൽ ബെഞ്ചുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് ഒരുപാട് സമയം റിലാക്സ് ചെയ്യാം. അതിപ്പം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അടിപൊളിയാണ്. മറ്റ് സമയങ്ങളിൽ ഇവിടേക്ക് വരുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല, നല്ല വെയിലായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ കോടനാടിലെ ഇന്നത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. സോ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഈ ഒരു കോടനാടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തിരിച്ചു നടക്കുന്ന വഴി ഒരു തവണ കൂടി ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ഇതിൻ്റെ ഭംഗി ഒന്ന് മനസ്സിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചു.